ഇതാണ് പലോളി ബീച്ച്. മഡ്ഗാവിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. तो मिक्सअप जान छाने तो आपण पात्रा मुळे कोणा सांगणार मध्ये विकते बरोबर इकडे मिळते बाकी हा नहीं See, मैंने mangrove eagle feeding भी. It's a mangrove. This is the mangrove feed the eagles. Birds watching is there. This one कितने रुपए? How many people are you? नहीं अकेले अकेले का 800% रहता है. 800 पड़ते हैं. बाकी पूरा सेट है तो थोड़ा कम रहता है. लेकिन वो मिलना चाहिए लोग. हाँ मिले. अभी तो सीजन नहीं है ना. सीजन मतलब प्राइवेट जाते हैं ना सब लोग. हाँ हाँ. अभी आप अकेले कोई लेके जाएगा मिलेगा तो ऐसा रहता है. शेड वाला बोट है. हाँ पूरे शेड वाले बोट. हाँ. मैं तो इधर जस्ट देखें तो बाद में आएंगे. हाँ. अभी वो एक्टिविटी बंद है सर. आपको पूरा ट्रैक जंगल में ഒത്തിരി നാളായിട്ട് പാലോളിയം ബീച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നാണ് കാണാൻ പറ്റുന്നത്. സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ച് ആളുകളേ ഉള്ളൂ. ഹൈ ടൈഡാണ്. വെള്ളം കരയ്ക്ക് കയറി കിടക്കുവാണ്. ഇതൊരു ക്രീസന്റ് ഷേപ്പ് ബീച്ചാണ്. വെള്ള മണൽ പരന്ന് കിടക്കുന്ന ബീച്ച്. സീസണിൽ ഇവിടേക്ക് നിറശാളായിരിക്കും. ഇപ്പോൾ മഴ അങ്ങ് മാറി തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഉള്ള സൂപ്പർ സമയമാണ്. കണ്ടോ, കറക്റ്റ് ക്രീസന്റ് ഷേപ്പിലാണ് ഈ ബീച്ച് ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. ഒരിക്കലും ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തത് ഷൂട്ടിംഗ് ഒന്നും നടക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ നല്ല തെളിച്ചുകൊണ്ട് നീലാകാശം, ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്.
ചെറിയ മഴക്കാറൊക്കെ കാണുന്നുണ്ട്. എന്നാലും കാലാവസ്ഥ നല്ലതാണ്. മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്നുണ്ട്. ഈ ബീച്ചിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് ഒരു ശുദ്ധജല തടാകമുണ്ട്. ഈ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇരുവശങ്ങളും കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു തടാകമാണ് ഇത്. ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ഈ സവാരിക്ക് ഈടാക്കുന്നത് 1200 രൂപ വരെയാണ്. What is your name? Anjali Murmu. Anjali. You're from Bengal? Yes. Yeah. In which class you read? 6. 6. Okay. I was also a teacher in Rajasthan. ബഡ്ഗാവിൽ നിന്നും പാലയോളയം ബീച്ചിലേക്ക് കൺകോണ വഴി ബസ് സർവീസ് ഉണ്ട്. ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും ഇവിടെ എത്തുവാൻ. ഇടപിടഞ്ഞു നിൽക്കുന്ന കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഞങ്ങളുടെ ബോട്ട് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരികെ പോകുന്ന ചെറു ബോട്ടുകൾ. പൊടുന്നനവെ ഒരു പറ്റം പരുന്തുകൾ പ്രത്യക്ഷമായി തുടങ്ങി. അവയുടെ സംഖ്യ 1 നിന്നും 10, 10 നിന്നും 100 ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇളം കലക്കം നിറമുള്ള വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ബോട്ടുകൾ. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇവിടമാണ് ഈ യാത്രയുടെ ത്രിൽ. ഇവിടെയാണ് ഈഗിൾ ഫീഡിംഗ് നടക്കുന്നത്. ഈ വഞ്ചികൾ തുഴയുന്നവർ അവരുടെ കൈകളിൽ കരുതിയിരിക്കുന്ന മാംസക്കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ മാംസക്കഷ്ണങ്ങൾ റാഞ്ചിയെടുക്കുവാനായി വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ. ഒരു അപൂർവപൂർവമായ ഒരു കാഴ്ചയാണിത്. ഈ യാത്രയുടെ പൈസ വസൂലാകുന്നത് ഇവിടെയാണ്. കിട്ടിയ മാംസക്കഷ്ണങ്ങൾ കൊക്കിലാക്കി അടുത്തുള്ള മരച്ചില്ലകളിലേക്ക് പറക്കുന്ന പരുന്തുകൾ. മറ്റു ചിലത് ആഹാരത്തിനായി വട്ടമിട്ട് പറക്കുന്നു. ഇറ്റ് ഈസ് എ സൂപ്പർ വ്യൂ. ഞങ്ങളുടെ ബോട്ട് അല്പനേരം ഇവിടെ നിർത്തിയിട്ടു. വീണ്ടും കണ്ടൽ കാടുകളുടെ ഓരം ചേർന്ന് ഒഴുകുവാൻ തുടങ്ങി. അങ്ങ് ഒരു ചെറിയ കുന്നിൻ മുകളിലായി ബാലൻസിംഗ് റോക്കുണ്ട്. പക്ഷേ അത് വളരെ ദൂരത്തായതിനാൽ
എൻ്റെ ക്യാമറ കൊണ്ട് പകർത്തുവാനായില്ല. ഇവിടെ ധാരാളം ഞണ്ടിൻ്റെ കൂടുണ്ട്. ഞങ്ങളുടെ ബോട്ട് വളരെ ഓരം ചേർന്നാണ് പോകുന്നത്. ഇടയ്ക്ക് ഒരു കല്ലിൽ തട്ടിയോ എന്ന് സംശയമുണ്ട്. ആ മരത്തിനടിയിൽ കാണുന്ന മൺകൂനകൾ ഞണ്ടുകളുടെ കൂടാണ്. അതും ഒരു പുതിയ കാഴ്ചയായിരുന്നു എനിക്ക്. യാത്ര ഏറെക്കുറെ അവസാനിച്ച് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. ഈ യാത്രയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഒരു ഫാമിലിയെ എനിക്ക് കൂട്ടിന് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൻ്റെ ചാർജ് ഷെയർ ചെയ്തു. അങ്ങകലെ ആ കാണുന്നത് മത്സ്യബന്ധന ബോട്ടുകളാണ്. അവർ രാത്രികാലങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇപ്പോൾ വിശ്രമ സമയമാണ്. ഈ യാത്ര ഞങ്ങൾ വളരെ അധികം എൻജോയ് ചെയ്തു. കാട്ടുപരുന്തുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പശ്ചിമ ബംഗാൾ ഫാമിലിയോട് യാത്ര പറഞ്ഞ് ഞാൻ നടന്നകന്നു. ഇവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്. ഈ സ്റ്റുഡിയോയുടെ ഉൾഭാഗം ഒന്ന് കാണണം. ഇതാണ് ടാറ്റു സ്റ്റുഡിയോയുടെ ഉൾഭാഗം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മടിക്കരുത്. താങ്ക് യു.